ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 11:56 ആയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 11:56 ഫസ്റ്റ് ട്രേഡാണ് ഇന്നത്തെ. ജസ്റ്റ് ഒരു 55-100ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഫോളിംഗ് ആയിരുന്നു. അപ്പം ഇനി മാർക്കറ്റ് ഇവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഞാനിവിടെ ബൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയത്. ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ആ ഒരു സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി വേണമെങ്കിൽ കൊടുത്തേക്കും. കാരണം ട്രേഡ് എടുത്ത ഉടനെ തന്നെ മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഓവറോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. ആ ട്രെൻഡിന് എഗ്നിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ലോസ് ആവുകയാണെങ്കിൽ ട്രെൻഡിന് എഗ്നിസ്റ്റ് ട്രേഡ് ചെയ്ത് ലോസ് ആയെന്ന് പറയരുത്. കാരണം നമ്മൾ ഇത് ആക്ച്വലി നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിരിക്കുന്നത്. ഏതായാലും ഇമീഡിയറ്റ്ലി ഇപ്പോൾ ഒരു 1000 റുപ്പീസിനോട് ചേർന്ന് ലോസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 365ഉം ട്രിഗർ വന്നിട്ട് 366ഉമാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു 500 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. ഈ ഒരു ഏരിയ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും. ഇനി അതല്ല, മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്, നമ്മൾക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്തായിരിക്കും നമ്മൾ സാധാ ഇറങ്ങുന്ന രീതിയിൽ ഇറങ്ങുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 237 റേഞ്ചിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് പ്രോഫിറ്റ് ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ ട്രേഡ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. മാർക്കറ്റ് നമ്മുടെ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിക്കുവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനി അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് വന്നാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കൊടുത്തത്. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഒരു 1600ൻ്റെ ലോസ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു റീ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഒരു റീ എൻട്രി എടുത്തിട്ടുണ്ട്. 381 ആദ്യം കിട്ടിയത്. ഇപ്പോൾ 389 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 391 റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ബാഹുബലി ടൈപ്പ് ഓഫ് ഒരു ക്യാൻഡിൽ, അത്രയും വലിയൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് അവിടുന്ന് ഫോം ആയത്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് അതിൻ്റെ ലോ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഓവറോൾ ഇതിപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. കാരണം എനിക്കൊരു ഓവറോൾ മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. സോ ഇനിയിപ്പോൾ അങ്ങനെയല്ല, മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാവുന്നതാണ്. നമ്മൾ എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് ഏകദേശം ഒരു 500 റുപ്പീസ് 400 റുപ്പീസിൻ്റെ അടുത്ത് ലോസ് ഇപ്പോൾ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നമ്മളുടെ ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇനിയിപ്പോൾ അല്ല, നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ആ ഒരു ബാഹുബലി ടൈപ്പ് ഓഫ് ക്യാൻഡിലിൻ്റെ താഴത്തായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. എക്സാക്ട്ലി അതിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് ഇതിൽ ആവറേജ് അല്ല, നമുക്ക് എൻട്രി കിട്ടിയത് 389.35 നമ്മളുടെ എൻട്രി കിട്ടിയത്. സോ അവിടുന്ന് ഒരു 70 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടി വരും. 389.35 നമുക്ക് എൻട്രി കിട്ടിയത്. വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് താഴത്തേക്കെങ്ങാനും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ 385.32 ആണ് ആവറേജ്. ഇപ്പോൾ 395 റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 354ഉം ട്രിഗർ വന്നിട്ട് 356ഉം വെച്ചേക്കാം. ഇനിയിപ്പം നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണ്, മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ, ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാവുന്നതാണ്. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ടാർഗറ്റ് ആയിരിക്കുമോ അതോ സ്റ്റോപ്പ് ലോസ് ആയിരിക്കുമോ ഹിറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും
നമ്മളുടെ ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. നമ്മൾ ട്രെൻഡിന് അഗേൻസ്റ്റ് എടുക്കുന്ന ട്രേഡാണ്. വെറുതെ ചുമ്മാ കയറി ട്രെൻഡിന് അഗേൻസ്റ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് മേളിലേക്ക് പോകുമെന്ന് വിചാരിച്ചല്ല. നമ്മുടെ പ്രോപ്പർലി സെറ്റപ്പിൻ്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഇനി അല്ല നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാവുന്നതാണ് ട്രേഡേഴ്സ്. ഏതായാലും നോക്കാം. ട്രേഡേഴ്സ് കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് ഏകദേശം ഒരു 3000+ൻ്റെ 3600 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ട്രേഡിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എത്തിയപ്പോഴാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഓവറോൾ ഒരു 3600 പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്.